കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 8:34 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു ശിഷ്യന്മാരോടൊപ്പം ജനക്കൂട്ടത്തെയും തൻ്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. ആരെങ്കിലും എനിക്ക് വേണ്ടിയോ സുവിശേഷത്തിന് വേണ്ടിയോ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതിനെ രക്ഷിക്കും. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവന് എന്തു പ്രയോജനം? മനുഷ്യൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? പാപം നിറഞ്ഞതും അവിശ്വസ്തവുമായ ഈ തലമുറയിൽ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിക്കുന്നവനെപ്പറ്റി മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ പരിശുദ്ധ ദൂതന്മാരോടുകൂടെ വരുമ്പോൾ ലജ്ജിക്കും. അവൻ അവരോട് പറഞ്ഞു, ദൈവരാജ്യം ശക്തിയോടെ സമാഗതമാകുന്നത് കാണുന്നതുവരെ മരിക്കുകയില്ലാത്ത ചിലർ ഇവിടെ നിൽക്കുന്നവരിലുണ്ടെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വായനകൾ നമ്മുടെ ക്രിസ്തീയ ജീവിതം സുരക്ഷിതമാക്കാൻ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ സുഖജീവിതമല്ല, യഥാർത്ഥ ജീവിതം. നമുക്ക് ഈ ഭൂമിയിൽ സുഖമായിട്ട് ജീവിച്ചാൽ പോരാ, സ്വർഗത്തിലൂടെ പോകണം. അതിനുവേണ്ടി വിളിക്കപ്പെട്ടവരാണ് ക്രിസ്ത്യാനികൾ. അപ്പം നമുക്ക് ഈ ലോക ജീവിതത്തിൻ്റെ സുഖങ്ങളെക്കാൾ വരാനിരിക്കുന്ന യുഗത്തിൽ ദൈവത്തോടു കൂടെ സ്വർഗത്തിൽ വസിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നമ്മളെന്നുള്ള ആ ഒരു ബോധ്യം ഒരിക്കലും നഷ്ടപ്പെടരുത്. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് കേട്ട ഈ സന്ദേശം പള്ളിക്കകത്തിരിക്കുമ്പം മാത്രം കേട്ടാൽ പോരാ. നമ്മൾ വീട്ടിലാണെങ്കിലും ചന്തയ്ക്ക് പോകുമ്പോഴാണേലും തിയേറ്ററിൽ പോകുമ്പോഴാണേലും എവിടെ പോകുമ്പോഴാണേലും നമ്മുടെ ഹൃദയത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് അത്. മത്തായി 16:26 വായിച്ചാലും അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യം ഇതാണ്: ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ അവൻ എന്ത് നേടി? ഇതിങ്ങനെ നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരുപാട് പാപം ഒഴിവാക്കി ജീവിക്കാൻ സാധിക്കും. പുണ്യങ്ങൾ അഭ്യസിക്കാനുള്ള പ്രചോദനം നമുക്ക് ലഭിക്കും. ഈ ഭൂമിയിലുള്ള ജീവിതത്തെക്കാൾ പ്രധാനപ്പെട്ടത് നമുക്ക് മരണാനന്തരമുള്ള ജീവിതമാണ്, സ്വർഗത്തിൽ ദൈവത്തോടു കൂടെ വസിക്കുന്നതാണ് എന്നുള്ള ആ ഒരു ബോധ്യം നമുക്കുണ്ടാകും. ഇനി അതിനാവശ്യമായത് നമ്മൾ ഈ ഭൂമിയിൽ വെച്ച് ശിഷ്യത്വം സ്വീകരിക്കുക എന്നുള്ളതാണ്. കർത്താവ് കൊടുത്ത ഒരു നിർദ്ദേശം നമുക്ക് അറിയാം. സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളെയും ശിഷ്യപ്പെടുത്തുക. സ്നാനപ്പെടുത്തിയാൽ മാത്രം പോരാ, ശിഷ്യപ്പെടുത്തുക. ജ്ഞാനസ്നാന വെള്ളം അതിൻ്റെ ജലം വീണ് ജീവിക്കാൻ എളുപ്പമാണ്. പക്ഷേ ജ്ഞാനസ്നാനം സ്വീകരിച്ചവരെ അതനുസരിച്ചുള്ളൊരു ജീവിതം നയിക്കണമെങ്കിൽ ശിഷ്യത്വത്തിലേക്ക് ഉയർത്തപ്പെടണം. അതാണ് നമ്മുടെ വിളി. ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ അധ്വാനിക്കാൻ തയ്യാറാകണം എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുക. ഇവിടെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രവണതയാണ് സുഖജീവിതം നോക്കുക, എളുപ്പ വഴി അന്വേഷിക്കുക, കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ ഒഴിവാക്കുക. ഇനി അങ്ങനെ ആ ഒരു പ്രവണതയ്ക്ക് അനുസരിച്ച് ജീവിച്ചാൽ സ്വർഗത്തിൽ പോകില്ല എന്നുള്ളത് കർത്താവ് നമ്മെ വചനത്തിൽ പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. യഥാർത്ഥ ക്രിസ്തീയ ജീവിതം അതെന്താണെന്ന് മനസ്സിലാക്കി അത് ജീവിക്കാനുള്ള ഒരു ദൃഢനിശ്ചയം, അതാണ് ദൈവമക്കൾക്ക് ആവശ്യമായിട്ടുള്ളത്. അതിനാണ് ഈ ശിഷ്യത്വം എന്ന് പറയുക. ഇനി ഇതിന് ചില കാര്യങ്ങൾ, ശിഷ്യത്വത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയാവുന്ന ചില കാര്യങ്ങളുണ്ട്. യോഹന്നാൻ 8:31 മുതൽ വായിക്കുമ്പോൾ, എൻ്റെ വചനം കേൾക്കുകയും ആ വചനം ജീവിച്ച് അതിൽ നിലനിൽക്കുകയും ചെയ്യുന്നവർ എൻ്റെ ശിഷ്യരാണ്. അപ്പോൾ ദൈവവചനം ജീവിക്കാതെ, ദൈവത്തെ അനുസരിക്കാതെ ആർക്കും ശിഷ്യരാകാൻ പറ്റത്തില്ല.
ഇത് നമുക്ക് പണം കൊടുത്തോ ചാരിറ്റി കൊടുത്തോ ഒക്കെ ഒന്നും നേടാവുന്നൊരു കാര്യമല്ല. നമുക്ക് ദൈവവചനത്തിൽ നിലനിൽക്കാൻ, ദൈവവചനം ജീവിക്കാൻ സാധിക്കണം. അങ്ങനെയുള്ളവരാണ് ശിഷ്യത്വത്തിലേക്ക് അവരുടെ ജീവിതത്തെ ഉയർത്തുക എന്നുള്ളത് നമ്മൾ കാണുന്നു. ഹെബ്രായ ലേഖനം 6-ാം അധ്യായം 1 മുതലുള്ള വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. ശിഷ്യത്വം ആവശ്യപ്പെടുന്നൊരു കാര്യമാണ് ആത്മീയ പക്വത. വളരാൻ നമുക്ക് പറ്റണം. ദൈവവചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് പക്വതയിലേക്ക് വളരണം. പണ്ടെങ്ങാണ്ട് നമ്മൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു പ്രാർത്ഥനാ രീതി അത് മതി ഇന്നും. അങ്ങനെ ചിന്തിച്ചു പോകുന്നവർ വളരാത്തവരാണ്. നമുക്ക് വളരാൻ പറ്റണം. പണ്ടെങ്ങാണ്ട് നമ്മൾ ആരംഭിച്ച ഒരു ശുശ്രൂഷ അതിന്നും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അങ്ങനെ തന്നെ കൊണ്ടുപോകുന്നത് വളരാത്തതിൻ്റെ ഒരു സൂചനയാണ്. നമുക്ക് വേണ്ടത് വളർച്ചയാണ്. ദൈവവചനത്തിൻ്റെ പ്രഥമ പാഠം പിന്നിട്ട് പക്വതയിലേക്ക് വളരണം എന്ന് കർത്താവ് കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഏറ്റവും വലിയ ആത്മീയ വളർച്ച എന്താണെന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്. ബുദ്ധിമാന്മാരുടെ തലയിലിരിക്കുന്ന വേറെ ചില കാര്യങ്ങളൊക്കെ ആയിരിക്കും. യോഹന്നാന്റെ സുവിശേഷം 21:18 വചനം പത്രോസിനോട് കർത്താവ് പറഞ്ഞൊരു കാര്യം, ബുദ്ധിതനായ കർത്താവ് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. പത്രോസേ, നീ ചെറുപ്പമായിരുന്നപ്പോൾ നീ അരമുറുക്കി നിനക്കിഷ്ടമുള്ളിടത്തേക്കൊക്കെ പോയി. പ്രായമാകുമ്പോൾ നീ വെറുതെ കൈകെട്ടി നിൽക്കും. എന്നിട്ട് മറ്റൊരാൾ നിൻ്റെ അരമുറുക്കും, നീ ഇഷ്ടപ്പെടാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോയെന്നും വരും. ഇത് ആത്മീയ പക്വതയുടെ ഒരു സൂചന അല്ലാതെ വയസ്സാകുന്ന കാര്യമല്ല. വയസ്സായി കഴിയുമ്പം കയ്യും കാലും പൊക്കാൻ മേലാത്തതുകൊണ്ട് ആരെങ്കിലും നമ്മളെ പൊക്കാൻ സഹായിക്കുന്നു, അതല്ല ആത്മീയ പക്വതയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന. കൈകെട്ടി നിന്ന് കർത്താവിൻ്റെ ഇഷ്ടം ഏറ്റെടുത്ത് ജീവിക്കുന്നത്, അതാണ് ആത്മീയ പക്വത. വേണമെങ്കിൽ ഒരു വാക്ക് പോലും മിണ്ടാതെ ഞാൻ ആഗ്രഹിച്ചത്, ഞാൻ അർഹിച്ചത് മറ്റൊന്നാണെങ്കിലും ഇതാണ് ദൈവം അനുവദിച്ചത്, ആയിക്കോട്ടെ, അത് നടക്കട്ടെ. അങ്ങനെ കൈകെട്ടി നിന്ന് കർത്താവിൻ്റെ ഇഷ്ടം ഏറ്റെടുക്കാനും ജീവിക്കാനും എത്ര പേർക്ക് പറ്റും? അവരാണ് വളർച്ച പ്രാപിച്ചവർ, പക്വത പ്രാപിച്ചവർ എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ മേഖലകളെല്ലാം തകർത്ത് തരിപ്പണമാക്കാൻ സാത്താൻ പരിശ്രമിക്കും. ഒരു കാര്യം ഇന്നത്തെ ആദ്യവായനയിൽ നമ്മൾ കേട്ടു. ഉൽപ്പത്തി 11 ബാബേൽ ഗോപുരം പണിതവർ. ഇനി കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് തുടക്കം മാത്രമാണ്. ഇനി വരാനിരിക്കുന്നത് ഇതിനേക്കാൾ കട്ടിയുള്ളതാണ്. തുടക്കം തന്നെ സൂചിപ്പിച്ചത് അവരുടെ അഹങ്കാരത്തെയാണ്. നമുക്കൊരു പട്ടണമുണ്ടാക്കണം, ഒരു ഗോപുരം ഉണ്ടാക്കണം, അത് മാനം മുട്ടി നിൽക്കണം, അത് നമ്മുടെ അഭിമാനമായിരിക്കണം. ശരിക്കും അഭിമാനമല്ല, ദുരഭിമാനമായിരുന്നു അവർക്ക്. ഈ രീതിയിലൊക്കെ ദൈവത്തെക്കാൾ വലുതായിട്ട് മറ്റു പലതും കാണുന്ന വ്യക്തികളെ കാണാൻ പറ്റും. പള്ളിയിൽ പോകാൻ പറ്റുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ വാഹനം, മേടിക്കാൻ പറ്റിയ എസ്റ്റേറ്റ്, അങ്ങനെയുള്ള പല കാര്യങ്ങൾ. പക്ഷെ അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവികമായി നമ്മൾ ചിന്തിക്കുക എന്നുള്ളത്. ഇതാണ് ശരിക്കും കല്യാണം നടത്തുമ്പോൾ സംഭവിക്കാറുള്ളത്. വേണമെങ്കിൽ മറ്റു പല ഫങ്ഷൻസ് നടത്തുമ്പോഴും സംഭവിക്കാറുള്ളത്. നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണ്. അവിടെയെല്ലാം ദൈവത്തിനാണോ പ്രാധാന്യം, അതോ ലോകത്തിനാണോ, മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് പേരും പ്രശസ്തി ഉണ്ടാകുന്ന കാര്യമാണോ? ബാബേൽ ഗോപുരം പണിതപ്പം അവരുടെ മനസ്സിലുണ്ടായിരുന്നത് ദൈവവിചാരമല്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇത് തുടക്കം മാത്രം, ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ഇതെവിടെ ചെന്ന് നിൽക്കുമെന്നറിയില്ല. അപ്പം അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പോവാണ്. അവരുടെ ഭാഷ ഭിന്നിച്ചു. പിന്നെ ഒരാൾ പറയുന്നതല്ല, കേൾക്കുന്നയാൾക്ക് തിരിയുന്നത്. ഇങ്ങനെ വന്നാൽ എങ്ങനെ ഇരിക്കും? ഇന്ന് ഈ ബാബേൽ കൾച്ചർ നടമാടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. വലിയ വീട് വെക്കാൻ പറ്റിയിട്ടുണ്ട്, വലിയ സൗകര്യങ്ങളൊക്കെ അവിടെയുണ്ട്. പക്ഷേ ഒരാൾ പറയണതല്ല മറ്റേയാൾക്ക് തിരിയണത്. ഭർത്താവ് ഉദ്ദേശിച്ചതല്ല ഭാര്യയ്ക്ക് മനസ്സിലായത്. മാതാപിതാക്കള് നന്മയ്ക്ക് വേണ്ടി, മക്കളെ നന്മയ്ക്ക് വേണ്ടി പ്ലാൻ ചെയ്തിട്ട് മക്കൾ പറയണത് ഇവരൊക്കെ ഞങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയുള്ളവരാണ്. ബാബേൽ കൾച്ചർ അതാണ് പല കുടുംബങ്ങളിലും ഇന്ന് ഒരുപക്ഷെ നമ്മൾ കാണാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്ഥാനം ലഭിച്ച കുടുംബത്ത്, ദൈവത്തിന് സ്ഥാനം ലഭിച്ച വ്യക്തികളിൽ അവരുടെ ചിന്താഗതിക്ക് വ്യത്യാസം ഉണ്ടാവും.
ആത്മീയ കാര്യങ്ങൾക്കായിരിക്കും അവർ പ്രാധാന്യം കൽപ്പിക്കുന്നത്. ആത്മീയ ദർശനത്തോടു കൂടി ആയിരിക്കും അവർ ജീവിക്കുന്നത്. ഭൂമിയിലാണ് കാലുകുത്തിയിരിക്കുന്നതെങ്കിലും നോട്ടം എപ്പോഴും സ്വർഗത്തിലേക്കായിരിക്കും. അതാണ് ഒരു ക്രിസ്ത്യാനി ചെയ്യേണ്ടത് എന്ന കാര്യം കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമാണ്. ഈ കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാനും അങ്ങനെ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം ഇനിയെങ്കിലും മുമ്പോട്ട് നയിക്കുവാൻ വേണ്ട പ്രചോദനം കിട്ടാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അതിന് തീരുമാനമെടുത്ത് അത് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി ഈ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.